Hi friends, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അതുല്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ടിനെ പറ്റിയാണ്. ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട്. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് ബോട്ടിലാണ് വേണ്ടത്. നല്ല കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് വേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ പ്രൈമറായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ട് ജെസ്സോ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ജെസ്സോ എന്ന് പറയുന്നത് ഞാൻ ഹോം മെയ്ഡ് ജെസ്സോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ തിൻ കോട്ട് ഓഫ് ജെസ്സോ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് കുറച്ച് ജെസ്സോ മാത്രം എടുത്തിട്ട് ആ ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ജെസ്സോ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് പീലാകാതിരിക്കുക. ദെൻ നമ്മൾ സെക്കൻഡ് കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പീലായി പോകാതിരിക്കുക. ഏത് സർഫസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നതായിട്ട് പിടിച്ചിരിക്കാൻ സഹായിക്കുന്നതാണ്. ബ്രഷ് യൂസ് ചെയ്തല്ല ഉള്ളവരുണ്ടെങ്കിൽ സ്പോഞ്ച് ഡാബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പോഞ്ച് വെച്ച് ജെസ്സോയിൽ മുക്കിയിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക ഗ്ലാസ് ബോട്ടിൽ. അതായിരിക്കും കുറച്ചുകൂടി ഈസിയും നന്നായിട്ട് ഇരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ദെൻ ഇത് ഒരു അര ദിവസമെങ്കിൽ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയ ശേഷം മാത്രമേ സെക്കൻഡ് കോട്ടായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. നന്നായിട്ട് ഉണങ്ങണം. അല്ലെങ്കിൽ വീണ്ടും നമ്മളിതിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പീലാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. സെക്കൻഡ് കോട്ടായിട്ട് ഞാൻ വൈറ്റ് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജെസ്സോ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതും വളരെ തിൻ കോട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അതായത് കുറച്ച് പെയിൻറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ വേറെ കളറ് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്ര ബ്രൈറ്റായിട്ട് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ലെപ്പേർഡിൻ്റെ ഫറിലുള്ള ആ പാറ്റേൺ വരച്ചു കൊടുക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് വരച്ചു കൊടുക്കാനായിട്ടുള്ള ബ്രഷ് എന്ന് പറയുന്നത് 0 നമ്പറോ അല്ലെങ്കിൽ 1, 2 അങ്ങനെ ഏതെങ്കിലും നമ്പറുള്ള ഒരു ലൈനർ ബ്രഷാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അത് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇതുപോലെ ഒരു കർവി പാറ്റേൺസ് വരച്ചു കൊടുക്കുക. അതിൻ്റെ ഫറിലുള്ളതുപോലുള്ള പാറ്റേൺസ് വരച്ചു കൊടുക്കുക. ഒരേപോലെ വരച്ചു കൊടുക്കുക. ഒരേ ഓർഡറിൽ വരച്ചു കൊടുക്കരുത്. ഒന്ന് താഴോട്ടെങ്കിൽ സൈഡിലോട്ട് 2-3 പിന്നെ ഒന്ന് മുകളിലോട്ട് അങ്ങനെയൊക്കെയുള്ള ഒരേപോലെ അല്ലാതെ വരച്ചു കൊടുത്താൽ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യത്തുള്ളൂ. ഇത് ബോട്ടിൽ ഫുള്ളായിട്ട് ഈ പാറ്റേൺസ് വരച്ചു കൊടുക്കുക. ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് തന്നെ. ഞാൻ ഇപ്പോൾ എല്ലായിടത്തും ഈ പാറ്റേൺസ് ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ പാറ്റേൺസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ബ്ലാക്ക് കളറ് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് ബ്ലാക്ക് കളറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഓറഞ്ച് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓറഞ്ച് കളർ ഡയറക്റ്റായിട്ട് എടുക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ 2 കളറ് മിക്സ് ചെയ്യുമ്പോൾ ഓറഞ്ച് കളർ കിട്ടും. റെഡും യെല്ലോയും മിക്സ് ചെയ്ത് ഓറഞ്ച് കളർ കിട്ടുന്നതാണ്. എത്ര കൂടുതൽ റെഡ് ആവുന്നോ അത്ര ഡാർക്ക് ഓറഞ്ചും, എത്ര കൂടുതൽ യെല്ലോ ആണ് ആഡ് ചെയ്യുന്നത് അത്ര ലൈറ്റ് ഓറഞ്ചും കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാം ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ അകത്തോട്ട് കുറച്ച് ഓറഞ്ച് കയറിയിട്ടുണ്ട്. അത് അവസാനം ആ ബ്ലാക്ക് ഒന്നും കൂടി എൻ്റെ മുകളിൽ അടിച്ചു കൊടുത്താൽ മതി. ബാക്കി ഭാഗത്തെല്ലാം ഗാംബോജ് യെല്ലോ ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതില്ലാത്തവർ യെല്ലോ ഒക്കെ യൂസ് ചെയ്യാം. രണ്ടും ഇല്ലെങ്കിൽ ഏതൊക്കെ കളർ മിക്സ് ചെയ്താൽ ഇത് കിട്ടുന്ന ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് നോക്കി കളർ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഫസ്റ്റ് നമ്മളിത് ഗാംബോജ് അടിച്ചിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ, അതായത് നന്നായിട്ട് ഇത് ഫിനിഷ് കിട്ടിയില്ല എന്ന് തോന്നുന്നെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം സെക്കൻഡ് ഒന്നും കൂടി ഗാംബോജെല്ലാം അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ബേസ് കോട്ട് സ്പോഞ്ച് വെച്ചാണ് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജെസ്സോയും സെക്കൻഡ് കോട്ട് സ്പോഞ്ച് വെച്ചാണ് കൊടുത്തെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. ഒരു മാറ്റ് ഫിനിഷ് കിട്ടി ആ പെയിൻ്റൊക്കെ നന്നായിട്ട് പിടിക്കും. ഒരു തവണ അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ബ്രൈറ്റായിട്ട് തോന്നും. ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് 2 തവണയെങ്കിലും ഉണങ്ങിയ ശേഷം മാത്രം സെക്കൻഡിൽ ഈ ഗാംബോജ് കളറൊന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം ഫസ്റ്റ് കോട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ദാണ്ട് ഇതുപോലത്തെ ഒരു ഇത് കിട്ടും. ഇനി അതിൻ്റെ നെക്ക് കവർ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ തന്നെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്ത് അത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത്
അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് അവിടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ശരിയാകും. നമ്മുടെ ലെപ്പേർഡ് പ്രിൻറ്റ് ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്കാണ്. ഞാൻ വാർണിഷൊക്കെ അടിച്ചു കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ നെക്കിൽ ബ്ലാക്ക് പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ത്രെഡ് ചുറ്റി കൊടുക്കാവുന്നതാണ്. ഏതായാലും രണ്ടായാലും ഭംഗിയാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി ഇതുപോലെ പുതിയൊരു ബോട്ടിൽ ആർട്ടിൻ്റെയും ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു.